ഈ കാൽക്കുലേറ്റർ പല തരത്തിലുണ്ട്. നമ്മളെ ഫോണിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മൾ ഒരു കാൽക്കുലേറ്റർ വാങ്ങി ഉപയോഗിക്കും പല ആവശ്യത്തിനും പല കാൽക്കുലേറ്റർ. ഈ കുട്ടികൾക്കൊക്കെ പഠിക്കേണ്ട ആവശ്യത്തിന് ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. എന്നാൽ എല്ലാ കാൽക്കുലേറ്ററും ഒരുത്തേ കിട്ടുന്ന ഒരു അടിപൊളി കാൽക്കുലേറ്ററാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ കാൽക്കുലേറ്ററിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഏജ് എത്രയാ, ആ ഏജ് കറക്റ്റായിട്ട് ഒന്ന് കൂട്ടി വയ്ക്കാലോ. ഒരു രസമുള്ള കണക്കൂട്ടലുണ്ടാക്കാം ആ കാൽക്കുലേറ്ററിൽ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ കാൽക്കുലേറ്റർ നിങ്ങൾ പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് calculator.net എന്നൊന്ന് സെർച്ച് ചെയ്യാം. calculator.net എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതൊരു കാൽക്കുലേറ്റർ ആണ്. ഇത് നോർമൽ കാൽക്കുലേറ്റർ മേലെ തന്നെ ഉണ്ട്. ഇവിടെ രണ്ടാമത്തതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ഇതാണ് കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന്, പ്രത്യേകിച്ച് +1 +2 കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിനുള്ള സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ട്. ബേസിക് കാൽക്കുലേറ്റർ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫീച്ചറുകൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓരോ കാറ്റഗറി ആയിട്ട് മാത്സ്, ഫൈനാൻസ്, ഫിറ്റ്നസ്, ഹെൽത്ത്, അതർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. ഇതിൽ അതർ എന്നുള്ളിടത്തിൽ ഒരു ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അത് നല്ല രസമാട്ടോ. അതെടുത്തിട്ട് ജസ്റ്റ് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം കേട്ടോ. 2010 ആയിക്കോട്ടെ. അതിനുശേഷം കാൽക്കുലേറ്റ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ വന്നത് കണ്ടോ, ആ മോനെ 16 വയസ്സായി എന്ന് മേലെ കാണിക്കുന്നു. അതിൻ്റെ താഴെ 192 മാസമായി എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ 834 വീക്കായി എന്ന് കാണിക്കുന്നു. എത്ര ദിവസമായിന്ന്, എത്ര മണിക്കൂറായിന്ന്, എത്ര മിനിറ്റ് ആയിന്ന്, നിങ്ങൾ ജനിച്ചിട്ട് എത്ര സെക്കൻഡായി എന്ന് വരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിൽ കാണിച്ചു തരും. നല്ല അടിപൊളി ഫീച്ചറുള്ള ഒരു കാൽക്കുലേറ്റർ. ഇതുപോലെ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചറുകളെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ ഇപ്പോൾ കുട്ടികൾക്ക് നല്ല പൈസ കൊടുത്തിട്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങണം, അത് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. പക്ഷേ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുപോകാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാനേ പറ്റും. ക്ലാസ് കൊണ്ടുപോകാൻ പറ്റിയാലും എക്സാമിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആവശ്യക്കാർക്ക് അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇഷ്ടപ്പെടുക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പെയ്യൂർ. താങ്ക് യു സോ മച്ച്.